ഈഴവർക്ക് മുൻതൂക്കം, SNDPക്ക് വലിയ മുൻതൂക്കം. എന്നാൽ ഈരാറ്റുപേട്ട ടൗൺ എടുത്താൽ മുസ്ലിങ്ങൾക്ക് മുൻതൂക്കം. മാത്രമല്ല അവിടെ SDPI, PFI അങ്ങനെ തുടങ്ങിയ തീവ്രവാദ സംഘടനകളെന്ന് ആരോപിക്കപ്പെടുന്ന സംഘടനകളും കാലാകാലങ്ങളിൽ തീവ്രവാദ സംഘടനകളെന്നും മതഭീകര സംഘടനയെന്ന് പറഞ്ഞ് നിരോധിക്കുന്ന സംഘടനകൾക്കും വലിയ വേരോട്ടമുള്ള ഭൂമി. ജമാഅത്ത് ഇസ്ലാമിക്കും വലിയ വേരോട്ടമുണ്ട്. എന്നാൽ മുഴുവൻ മുസ്ലിങ്ങളും അങ്ങനെയല്ല. ഈരാറ്റുപേട്ടയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഇതല്ല. മുസ്ലിം ലീഗിനും അത്യാവശ്യം അവിടെ വേരോട്ടമുണ്ട്. കോൺഗ്രസിനും വേരോട്ടമുണ്ട്. കേരള കോൺഗ്രസിനും വേരോട്ടമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ വേരോട്ടം മലയോര കർഷകരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. റബ്ബറാണ് പ്രധാന കൃഷി. ഈഴവരെ എടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് പേർ കോൺഗ്രസ്സാണ്, കുറച്ച് പേർ ഇടതുപക്ഷമാണ്. BJPക്ക് വലിയ കച്ചി തൊടുന്ന സ്ഥലമൊന്നുമല്ല പൂഞ്ഞാർ. ആ പൂഞ്ഞാറിലെ രാജാവായി വാണിരുന്ന ആളാണ് PC ജോർജ്. പക്ഷേ രാജാവായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ വളരെ കൃത്യമായി മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വലിയ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഞാനീ പറഞ്ഞ SDPയുടെയും PFIയുടെയും അതുപോലുള്ള സംഘടനകളുടെയൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ സംഘടനകളുടെയൊക്കെ യോഗങ്ങളിൽ പോവുകയും അവരുമായി വലിയ സൗഹൃദത്തിൽ നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് PC ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നണികൾ മാറി മാറി പരീക്ഷിച്ചപ്പോഴും അദ്ദേഹം ജയിച്ചു. സ്വതന്ത്രനായി നിന്നപ്പോഴും അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് അവിടെ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമാക്കിയെടുക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു. PC ജോർജിൻ്റെ വീടെന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ളൊരു തറവാടായിരുന്നു. ആരെന്ത് സഹായം ചോദിച്ചാലും കൊടുക്കുമായിരുന്നു. പക്ഷേ PC ജോർജിനൊരു ചെറിയ പ്രശ്നം പറ്റി. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു നിഷേധ രാഷ്ട്രീയക്കാരനായി മാറി. നിഷേധ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കാര്യങ്ങൾ പറയുക, അതിന് പബ്ലിസിറ്റി കിട്ടുക, അതിന് കയ്യടി കിട്ടി. കുറേ പത്രക്കാരും അതിന് മീഡിയക്കാരാണ് അദ്ദേഹത്തെ നശിപ്പിച്ചത്. എന്ത് കാര്യം വന്നാലും ജോർജ് ഏട്ടൻ പറയണം, ജോർജ് മച്ചമ്പി പറയൂ എന്ന് പറഞ്ഞ് കമ്പും കോലും കൊണ്ട് പുള്ളിയുടെ ചെല്ലും. പുള്ളി ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും സകലതിനും പുള്ളി അഭിപ്രായം പറയും. അങ്ങനെ എല്ലായിടത്തും കയറി പുള്ളി അഭിപ്രായം പറഞ്ഞ് വന്നപ്പോൾ മാണി സാറുമായി തെറ്റി. ശരിക്കും പറഞ്ഞാൽ KM മാണി, PJ ജോസഫ് കഴിഞ്ഞാൽ ഈ ജയരാജ് ഇപ്പോൾ ചീഫ് വിപ്പൊക്കെ ആക്കലും അതിനൊക്കെ മുകളിൽ മന്ത്രിയാകേണ്ടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു PC ജോർജ്. അദ്ദേഹത്തിന് അതിന് അവസരം കിട്ടിയില്ല. അങ്ങനെയാണ് അദ്ദേഹം ജനപക്ഷം എന്നൊക്കെ പറഞ്ഞ് പുതിയ പാർട്ടി തന്നെ ഉണ്ടാക്കിയത്. കേരള കോൺഗ്രസിൽ നിന്ന് പോയി പുതിയ പാർട്ടി തന്നെ ഉണ്ടാക്കിയത്. അങ്ങനെ അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി. പക്ഷേ അത് പൊളിഞ്ഞു പപ്പടമായി പോയി. അവസാനം BJPയിൽ ലയിച്ചു. ഇപ്പോൾ BJPയാണ്. അദ്ദേഹം BJP പോയതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്. അദ്ദേഹത്തിനെ കേന്ദ്ര സമിതിയിലേക്ക്, സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര നിർവാഹക സമിതി പോലുള്ള സമിതിയിലേക്ക് എടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിനെ ഇതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരോ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റുമാരിലോ ഒരാളാക്കി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് ഷോൺ ജോർജിനെ BJP കൊണ്ടുപോവുകയും ചെയ്തു. ഷോൺ ജോർജ് ഇപ്പോൾ പാലയിൽ മത്സരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ജോസ് കളത്തിങ്കൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ നേതാവാണ് പൂഞ്ഞാറിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. അതിനൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ ഈ മലയോര കർഷകരും അതുപോലെയുള്ള സ്ഥലങ്ങൾ മാത്രമുണ്ടായിരുന്നെങ്കിൽ പാലായുടെ കുറേ ഭാഗങ്ങൾ കൂടി ഇപ്പോൾ പൂഞ്ഞാറിലുണ്ട്. പൂഞ്ഞാറിലെ കുറേ ഭാഗങ്ങൾ പാലായിലുമുണ്ട്. മണ്ഡലം പുനർനിർവചിച്ചപ്പോൾ കേരള കോൺഗ്രസ്സിന് ഒരു അപ്പർ ഹാൻഡ് ഇപ്പോൾ പൂഞ്ഞാർ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. പാലാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസിൻ്റെ അപ്പർ ഹാൻഡ് പോയിട്ടുമുണ്ട്. അങ്ങനെ ഒരു കഥ വന്നിരുന്നുണ്ട്. അതുകൊണ്ടാണ് പാലായിൽ ജോസ് കെ മാണി ജയിക്കുകയോ ഇല്ലേ എന്നൊരു ചർച്ച വരുന്നത്. എന്തായാലും പൂഞ്ഞാറിൽ ഇപ്പോഴും വീണ്ടും കേരള കോൺഗ്രസിൻ്റെ ജോസ് കളത്തിങ്കൽ, അദ്ദേഹം മാന്യനായി നിന്ന് നന്നായി വർക്ക് ചെയ്യുന്ന പെർഫോം ചെയ്തൊരു MLA ആണ്. അദ്ദേഹം വീണ്ടും നിൽക്കുമോ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ജോസ് കെ മാണിക്ക് വേണ്ടി നിൽക്കുമോ? അവിടെ പൂഞ്ഞാറിൽ നമ്മുടെ ഇദ്ദേഹം ഈ PC ജോർജ് വീണ്ടും സ്ഥാനാർത്ഥിയാകുമോ? തിരുവനന്തപുരത്ത് നേമത്തിൽ രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരം സെൻട്രൽ പ്രമുഖരും വട്ടിയൂർക്കാവിലും പ്രമുഖരും കഴക്കൂട്ടത്ത് V മുരളീധരൻ നിർത്തി ഇവിടെ ഒരു ട്രെൻഡ് ബെൽറ്റ് ഉണ്ടാക്കുന്നത് പോലെ പാലായിലും പൂഞ്ഞാറിലും അച്ഛനെയും മകനെയും നിർത്തിയാൽ, പിന്നെ പപ്പയും മോനെയും നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിയും കോട്ടയം ജില്ലയിൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാലായും പൂഞ്ഞാറും അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ പൂഞ്ഞാറിൽ PC ജോർജ് ഇറങ്ങുമോ? PC ജോർജ് ഇറങ്ങിയാൽ
ആരായിരിക്കും ഈ ജോസ് കളത്തിങ്കലായിരിക്കുമോ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി? കോൺഗ്രസ്സിന് ആരാണ് അവിടെ മത്സരിക്കുക? കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നല്ല പൂഞ്ഞാർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് കാണിക്കുന്നത് ഏത് മണ്ഡലവും വേണമെങ്കിൽ കോൺഗ്രസ്സിന് പിടിക്കാം. കാരണം ആ വേറൊരു ട്രെൻഡിലേക്കാണ് കേരളം നിൽക്കുന്നത്. ആ ട്രെൻഡിൽ ഈ പറയുന്ന സ്ഥലങ്ങൾ പിടിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പൂഞ്ഞാർ PC ജോർജ് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നു. അദ്ദേഹം അവിടെ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ജനപക്ഷം എന്നുള്ള നിലയിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നിന്ന് തോറ്റു. അപ്പോൾ 10,000 വോട്ടിനാണ്, 10,000 14,000 വോട്ടിനകത്താണ് അദ്ദേഹം തോറ്റിരിക്കുന്നത്. 54 40 ആണെന്ന് തോന്നുന്നു. ജോസ് കളത്തിങ്കൽ 54,000, അദ്ദേഹത്തിന് 40,000 ആണെന്ന് തോന്നുന്നു. അത് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. എന്തായാലും 10-14 വോട്ടിന് PC ജോർജ് തോറ്റുപോയി. വേണമെങ്കിൽ അതിലൊരു 7,000-8,000 വോട്ട് പിടിക്കാൻ പറ്റിയാൽ PC ജോർജിന് ജയിക്കാം. ഷോൺ ജോർജിന് BJP കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട്. മുസ്ലിം വോട്ടുകൾ SDPIയുടെയും അതുപോലെ തന്നെ ലീഗിൻ്റെയും മുസ്ലിം വോട്ടുകൾ ഈരാറ്റുപേട്ടയിലെയും അത് അടുത്ത പഞ്ചായത്തുകളിലേക്ക് മുസ്ലിം വോട്ടുകൾ സംഘടിതമായി കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടാൽ, ഇപ്പുറത്ത് കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടാൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് കൊണ്ട് PC ജോർജിന് രക്ഷപ്പെട്ടു വരാൻ എളുപ്പമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിഷ്പക്ഷരായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായി വിശ്വസിക്കാത്ത. ഈ നാട് അത് എല്ലാ മതത്തിലുമുണ്ട്, എല്ലാ ജാതിയിലുമുണ്ട്. ഈ നാടൊക്കെ സമാധാനപരമായിട്ട് പോകണമെന്നും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലൊന്നും ഈ ഒരു സംഘർഷം പാടില്ലെന്നും ഒരു സമഭാവനയിൽ പോകണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ മനസ്സിൽ ആവശ്യമില്ലാത്ത തീ ഇദ്ദേഹം നാവ് കൊണ്ട് കോരിയിട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല. ഹിന്ദു സമ്മേളനത്തിൽ പോയി ഹിന്ദുക്കൾക്ക് അനുകൂലമായി പറയുക, മുസ്ലിം വിരുദ്ധത ഒരു വല്ലാതെ പുള്ളി ഒരു ഘട്ടത്തിൽ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് അദ്ദേഹം ഹിന്ദു വിരുദ്ധത പറയുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഹിന്ദു വിരുദ്ധത പറയുന്നില്ല, മുസ്ലിം വിരുദ്ധത പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സമൂഹത്തിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറയാം. കാരണം അദ്ദേഹം ഒരു സമുദായ നേതാവാണ്. പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം വരുന്നില്ല. അദ്ദേഹം നഷ്ടപ്പെടാനുമില്ല, നേടാനുമില്ല. അദ്ദേഹം വേറൊരു ലോകത്ത് നിൽക്കുന്നത്. അതേസമയം ഒരു പൊളിറ്റിക്കൽ ലീഡറെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതത്തെയും എല്ലാ ജാതിക്കാരെയും സമഭാവനയിൽ കൊണ്ടുപോകണം. ഇനി ആരോടെങ്കിലും എതിർപ്പുണ്ടെങ്കിലും പച്ചയ്ക്ക് അത് പറയാതിരിക്കുക എന്നുള്ള ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിലേക്ക് പോലും PC ജോർജ് വരാത്തത് കൊണ്ടുള്ള കുറേ നിഷ്പക്ഷക്കാരുടെ എതിർപ്പും PC ജോർജിനുണ്ട്. മുസ്ലിങ്ങളുടെ കുറച്ച് പേർ എന്തായാലും N ബ്ലോക്കായിട്ട് വോട്ട് കിട്ടാതിരിക്കാം. അതുപോലെ തന്നെ തോറ്റൊരു സ്ഥാനാർത്ഥികളുടെ ഇമേജുമുണ്ട്. അപ്പോഴും അത് പറയുമ്പോഴും മൊത്തത്തിൽ PC ജോർജാണ് കഥാപാത്രം. വീണ്ടും ഒരു പുനർജന്മി അവിടെ ഉണ്ടാകില്ല എന്ന് നമുക്ക് എഴുതി തള്ളാൻ വരട്ടെ. പൂഞ്ഞാർ PC ജോർജ് തിരിച്ച് പിടിക്കുമോ?